പരിശുദ്ധ ദൈവമാതാവിൻ്റെ എളിമയെന്ന വലിയ പുണ്യത്തെക്കുറിച്ചാണ്. ഈ എളിമയെന്ന വലിയ പുണ്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ വണക്കത്തിൽ വായിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം ഒരു വാക്ക് അവിടെ വായിക്കുന്നുണ്ട്. പരിശുദ്ധമ്മയുടെ കന്യാത്വവും ദൈവ മാതൃത്വവും മറച്ചു വെച്ചുകൊണ്ടാണ് അവൾ ദേവാലയത്തിലോട്ട് കടന്നു വരുന്നത്. അതെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ഗർഭവതിയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കറിയാം. അവളുടെ കന്യാത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അത് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ടത് പ്രതിപാദിക്കുന്നുണ്ട്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മ ഈ പുത്രൻ്റെ ആ ഒരു ഗർഭധാരണത്തിലൂടെ കൂടുതൽ ശുദ്ധിയുള്ളവളായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദേവാലയത്തിലോട്ട് വരേണ്ട കാര്യമില്ല. കാരണം അമലോത്ഭവം എന്ന പുണ്യത്താൽ അലങ്കൃതയായ പരിശുദ്ധ ദൈവമാതാവിനെ രക്ഷകൻ്റെ അമ്മയായി ഉയർത്തപ്പെട്ടതുവഴി അവൾ ഒരു വലിയ മഹനീയ പദവിയിലേക്ക് വീണ്ടും ഉയർത്തപ്പെടുകയാണ്. അതായത് ദൈവമാതാവ് എന്ന വലിയ പദവിയിലേക്ക്. എന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പുത്രനെയും കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് ദേവാലയത്തിലോട്ട് കടന്നു വരുന്നത്. ഇത് നമ്മൾ ഒന്ന് അഭ്യസിക്കേണ്ട വലിയൊരു പുണ്യമാണ്. വലിയ കൃപകളൊക്കെ, വലിയ ദർശനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളൊക്കെ നമുക്ക് സ്വന്തമാക്കി കഴിയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃക നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ലോകത്തിന് പ്രദാനം ചെയ്യാനുള്ളതാണ്, അല്ലാതെ അഹങ്കരിക്കാനുള്ളതല്ല. അതാണ് മൂന്നാമത്തെ നടപടിയിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധമ്മ ലോകത്തോട് വിളിച്ചു പറയുന്നു. അതെ, ഈ ദൈവമാതൃത്വവും കന്യാത്വവുമൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മ ഉണ്ണിയായ ഈശോയെ ദേവാലയത്തിലിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അപ്പോൾ ശിമയോൻ ദീർഘദർശി ഈ ഈശോയെ, ഉണ്ണീശോയെ കയ്യിലെടുത്തുകൊണ്ട് ഒരു വാക്ക് പറയും. ലൂക്ക 2:35 അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അതെ, പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണം കുരിശ് ചുവട് വരെ നീളുന്നതാണെന്ന് ശിമയോൻ ദീർഘദർശി പ്രവചിക്കുകയായിരുന്നു. ഇവിടെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സങ്കോചവുമില്ല, യാതൊരു ഭാവവ്യത്യാസവുമില്ല. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം തൻ്റെ പുത്രൻ്റെ കുരിശു മരണത്തിലൂടെയാണ് ലോകത്തിൻ്റെ രക്ഷ സാധ്യമാകുന്നത്.